എല്ലാവർക്കും നമസ്കാരം. ഇൻഫിനിറ്റി മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്, അതുപോലെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ്. ആദ്യം തന്നെ നമുക്ക് ടൈപ്പ് ഓഫ് ഫങ്ഷനിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന ഫങ്ഷൻ ആണ് വൺ വൺ ഫങ്ഷൻ. വൺ വൺ ഫങ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്: A function is called one if different elements of the domain have different images in the codomain. അതായത് ഒരു ഫംഗ്ഷൻ വൺ ആവണമെങ്കിൽ നമ്മുടെ ഡൊമൈനിലുള്ള ഡിഫറെന്റ് എലമെന്റ്സിന് എന്തുണ്ടായിരിക്കണം? കോഡൊമൈനിൽ ഡിഫറെന്റ് ഇമേജസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് സിംപ്ലി പറഞ്ഞാൽ ഡിഫറെന്റ് ഇൻപുട്സ് എന്ത് നൽകണം? ഡിഫറെന്റ് ഔട്ട്പുട്ട്സ് നൽകണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം? വൺ വൺ ഫംഗ്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എ എന്ന് പറയുന്നത് സെറ്റ് എടുക്കാം. 1 2 3 ആൻഡ് കൺസിഡർ ബി എ ബി സി. ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ഫ്രം എ ടു ബി സച്ച് ദാറ്റ് f is equal to set of 4 ordered pair 1a 2b 3c. ഇവിടെ നോക്കിക്കേ, 1 എവിടത്തേക്കാ? എയിലേക്കും ആൻഡ് 2 ബിയിലേക്കും 3 സിയിലേക്കുമാണ് മാപ്പ് ചെയ്യുന്നത്. ഇവിടെ എയിലത്തെ ഡിഫറെന്റ് എലമെന്റ്സിന് ബിയിൽ ഡിഫറെന്റ് ഇമേജസ് ആണുള്ളത് അല്ലെ. ഡിഫറെന്റ് ഇൻപുട്സ് ഗീവ്സ് ഡിഫറെന്റ് ഔട്ട്പുട്ട്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താ? വൺ വൺ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? അതായത് ഒരു വൺ വൺ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡൊമൈനിലെ ഡിഫറെന്റ് എലമെന്റ്സിന് കോഡൊമൈനിൽ ഡിഫറെന്റ് ഇമേജസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മാത്തമാറ്റിക്കലി നമുക്ക് വൺ വൺ ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ദെൻ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. അതായത് ഡിഫറെൻറ്റ് ഇൻപുട്സിന് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഡിഫറെൻറ്റ് ഇൻപുട്സ് ആയ എലമെൻസിന് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് തന്നെ ഉണ്ടായിരിക്കണം, അല്ലാതെ സെയിം ഔട്ട്പുട്ട്സ് വരാൻ പാടില്ല. അങ്ങനെ സെയിം ഔട്ട്പുട്ട്സ് വരുന്നുണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് എലമെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് സെയിം എലമെൻ്റ് തന്നെ ആയിരിക്കണം. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം: ഇഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ദെൻ എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഈ രണ്ട് മാത്തമാറ്റിക്കൽ ഡെഫിനിഷനും നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൺ വൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഡിഫറെൻറ്റ് ഇൻപുട്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇത് വൺ വൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ വെച്ച് നോക്കാം. എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുക എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് വൺ എന്ന് വെച്ചാൽ എന്താ? 2x1 ആണല്ലേ, ആൻഡ് ഈസ് ഈക്വൽ ടു 2x2. ഇനി നമുക്ക് 2 ക്യാൻസൽ ചെയ്യാമല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്? വൺ വൺ ഫംഗ്ഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മെനി വൺ ഫംഗ്ഷനിലേക്ക് പോവാം. അതായത് മെനി വൺ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ വൺ വൺ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയും. വൺ വൺ അല്ലെങ്കിൽ എന്തായിരിക്കും? ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് ദ ഡൊമൈൻ ഹാവ് സെയിം ഇമേജസ് അല്ലെ. അതായത് മെനി വൺ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്: എ ഫംഗ്ഷൻ ഈസ് കോൾഡ് മെനി വൺ ഇഫ് 2 or more elements of the domain have the same image. ഫോർ എക്സാമ്പിൾ, നമുക്ക് നേരത്തെ അതേ സെറ്റ് കൺസിഡർ ചെയ്യാം. സെറ്റ് എ is equal to 1 2 3 and b is equal to set a b c. ഞാൻ ഇവിടെ നിന്ന് ഒരു ഫംഗ്ഷൻ എ എന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യാണ്. f is equal to 1a 2a 3b. നോക്കിക്കേ, ഇവിടെ 1 മാപ്പ് ടു a and 2 മാപ്പ് ടു a, 3 maps to b. നോക്കിക്കേ, ഇവിടെ ഡൊമൈനിലുള്ള ഡിഫറെന്റ് എലമെന്റ്സിന് കോഡൊമൈനിലെ സെയിം ഇമേജസ് ആണ് വരുന്നത്. ഡിഫറെന്റ് ഇൻപുട്സിന് എന്ത് കിട്ടി? നമുക്ക് സെയിം ഔട്ട്പുട്ട്സ് കിട്ടി, സെയിം ഔട്ട്പുട്ട് കിട്ടി. സോ ഇത്
1 ഫംഗ്ഷന് പോസിബിൾ അല്ല. സോ നമുക്ക് ഇത് പറയാം, ഇത് അങ്ങനെയുള്ള ഫംഗ്ഷനെ നമുക്ക് മിനി വൺ ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് ഡിഫറെന്റ് ഇൻപുട്സിന് സെയിം ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വൺ ഫംഗ്ഷൻ അല്ല, ആ ഫംഗ്ഷനാണ് നമ്മൾ മിനി വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതാണ്: എ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഇഫ് എവറി എലമെന്റ് ഓഫ് ദ കോഡൊമൈൻ ഹാവ് അറ്റ്ലീസ്റ്റ് വൺ പ്രീഇമേജ്. അതായത് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്ന് വെച്ചാല് കോഡൊമൈനുള്ള എല്ലാ എലമെന്റിനും അറ്റ്ലീസ്റ്റ് വൺ പ്രീഇമേജ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്താൽ നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ പറയാം: ഫോർ എവരി y belongs to b, there exists at least one x in a such that f of x is equal to y. Mathematically ഇങ്ങനെയാണ് പറയാ: for every y in b there exists at least one x belongs to a such that f of x equal to y. അതായത് നമ്മൾ കോഡൊമൈനിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റിന് അറ്റ്ലീസ്റ്റ് വൺ പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ കോഡൊമൈനിലുള്ള എല്ലാ എലമെന്റും നമ്മൾ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്യാം, 1 2 3, ആൻഡ് ബി ഈസ് ഈക്വൽ ടു നമുക്ക് സെറ്റ് എ ബി സി എടുക്കാം. ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്: എഫ് ഫ്രം എ ടു ബി സച്ച് ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ 1a 2b 3c. നോക്കിക്കേ, കോഡൊമൈനിലെ എലമെന്റ്സ് ഏതൊക്കെയാ? എ ബി സി അല്ലെ? ഇവർക്ക് അറ്റ്ലീസ്റ്റ് വൺ ഇമേജ് ഇല്ലേ? എക്ക് 1 ഉണ്ട്, ബിക്ക് 2 ഉണ്ട്, സിക്ക് 3 ഉണ്ട്. സോ ഇതെന്താ? ഓൺ ടു ഫംഗ്ഷൻ ആണ്. അതായത് നമ്മുടെ ഈ സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെന്റ്സും യൂസ് ചെയ്തിട്ടുണ്ട് മീൻസ് എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഓൺ ടു അല്ലാത്ത ഫംഗ്ഷനെ നമ്മൾ ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറയും. അതായത് എ ഫംഗ്ഷൻ ഈസ് ഇൻ ടു ഇഫ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഓഫ് ദ കോഡൊമൈൻ ഈസ് നോട്ട് യൂസ്ഡ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എ ബി, ഇവിടെ ഞാൻ ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്: എഫ് ഈസ് ഈക്വൽ ടു 1a 2b 3c. അതായത് 1 എയിലേക്ക് മാപ്പ് ചെയ്യുന്നു, 2 ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നു, 3 സിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. നമ്മൾ ഈ കോഡൊമൈനിൽ ഡി യൂസ് ചെയ്തിട്ടില്ല, ഡി എന്ന് പറഞ്ഞൊരു എലമെന്റ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ? ഡിക്ക് ഇവിടെ പ്രീ ഇമേജ് ഉണ്ടോ? ഡി ഹാസ് നോ പ്രീ ഇമേജ്. സോ അതെന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. A function is into if at least one element of the codomain is not used. So ഇവിടെ ഡിക്ക് പ്രീ ഇമേജ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണ് പറയാം? ഇൻ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി നമ്മൾ വൺ ഫംഗ്ഷൻ നമ്മൾ എന്തും പറയാം? ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയാം. വൺ ഫംഗ്ഷന്റെ വേറൊരു പേരാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. അതുപോലെ ഓൺ ടു ഫംഗ്ഷന്റെ വേറൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ എന്ന് വെച്ചാലും സബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാലും സെയിം ആണ്. വൺ ഫംഗ്ഷന്റെ വേറൊരു പേരാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്താണ് നോക്കാം. ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ബോത്ത് 1 ആൻഡ് ഓൺ ടു ആയിരിക്കണം. അതായത് 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. A function is bijective if it is both 1 and
ഓൺ ടു. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. 1a 2b 3c. നമ്മൾ നേരത്തെ സെയിം സെറ്റ് തന്നെ, അതായത് എ എന്ന് പറയുന്നത് 1 2 3, ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി. ഞാൻ എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 1 ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, 1 എയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, 2 ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, 3 സിയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. 1 1 അല്ലേ? ഡിഫറെന്റ് ഇൻപുട്സിന് ഡിഫറെന്റ് ഔട്ട്പുട്ട്സ് ആണുള്ളത്. അപ്പൊ അത് 1 1 ആണ്. ഇനി ഓൺ ടു ആണോ നോക്കിക്കേ, കോഡൊമൈനിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്? എയില് പ്രീ ഇമേജ് ഉണ്ട്. സോ അത് ഓൺ ടു ആണ്. അങ്ങനെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ക്ലിയർ? വൺ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി, അതേപോലെ ഓൺ ടു, അതേപോലെ ബൈജക്റ്റീവ്. 1 1 ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഇൻപുട്സിന് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഡിഫറെന്റ് ഔട്ട്പുട്ട്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഓൺ ടു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? എവരി കോഡൊമൈൻ ഹാസ് പ്രീ ഇമേജ്. എല്ലാ കോഡൊമൈനും അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് എങ്കിലും ഉണ്ടായിരിക്കണം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് 1 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ 1 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയും. ഓൺ ടു അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻടു ഫംഗ്ഷൻ എന്ന് പറയും. 1 1 ഫംഗ്ഷന്റെ വേറൊരു പേരാണ് ഇൻജക്റ്റീവ്, ഓൺ ടു ഫംഗ്ഷന്റെ വേറൊരു പേരാണ് സബ്ജക്റ്റീവ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. f of x is equal to x. ഇത് 1 1 ആണോ? അപ്പോൾ 1 1 ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ 1 1 ആണോ എന്ന് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് എഴുതാം? f of x1 equal to f of x2 ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് x1 equal to x2 എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ? f of x1 equal to f of x2 ആണെങ്കിൽ x1 equal to x2 എന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം. അപ്പൊ ഫസ്റ്റ് f of x1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം x1 അല്ലെ? ഇതെന്താ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്, f of x equal to x. അപ്പൊ നമുക്ക് ക്ലിയർലി ഡെഫിനിഷൻ തന്നെ എന്ത് കിട്ടും? x1 equal to x2 എന്ന് കിട്ടും. സോ ഇത് 1 1 ഫംഗ്ഷൻ ആണ്. ഇനി ഓൺ ടു ആണോ എന്ന് എങ്ങനെ അറിയാം? എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജസ് ഉണ്ടാണെന്നാ പറയുന്നത്. സോ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് നമ്മുടെ കോഡൊമൈനിലുള്ള എലമെന്റ്സിന് എന്തുണ്ടായിരിക്കണം? എല്ലാ എലമെന്റ്സിനും അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജസ് ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കിക്കേ, ഈ ഫംഗ്ഷൻ എവിടത്തേക്കാ മാപ്പ് ചെയ്യുന്നത്? എക്സിനെ എക്സിലേക്ക്, അതായത് 1 എടുത്താൽ 1ലേക്ക്, 2 എടുത്താൽ 2ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെ മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ എന്താ, എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ക്ലിയർലി അത് ഓൺ ടു ആണ്. അപ്പൊ 1 1 ഓൺ ടു ആണ്. f of x equal to x. അപ്പൊ നമുക്ക് എന്താ പറയാം? f of x equal to x എന്ന് പറയുന്നത് എന്താ? ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയും. It is a bijective function. ഇനി ഞാൻ f of x is equal to x by 2 എന്ന് ഡിഫൈൻ ചെയ്യും. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് n നാച്ചുറൽ നമ്പറിന് r എന്ന് പറയുന്ന സെറ്റിലേക്കാണ് എന്ന് എടുക്കാം. അപ്പൊ f of x equal to x by 2 എന്ന് എടുത്തെങ്കിൽ കാണിച്ചു തരാം. അതായത് f of x1 equal to f of x2 എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x1 by 2 is equal to x2 by 2 എന്ന് കിട്ടും. സോ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് x1 equal to x2 എന്ന് കിട്ടും. അപ്പൊ ക്ലിയർലി അത് 1 1 ആണെന്ന് കിട്ടും. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? f of x is equal to x by 2. 1 1 ആണെന്ന് നമുക്ക് കിട്ടി അല്ലെ? 1 1 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഓൺ ടു ആണെന്ന് നോക്കണം. ഓൺ ടു ആണെന്ന് നോക്കാൻ വേണ്ടിട്ട് നോക്കിക്കേ, നമ്മൾ ഈ ഫംഗ്ഷൻ എവിടുന്ന് എവിടത്തേക്കാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്?
നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പറിന്റെ സെറ്റിലേക്ക് അല്ലേ. അപ്പോൾ ഇതിലുള്ള എല്ലാ എലമെന്റ്സിനും എന്നിൽ എന്താ ഉണ്ടായിരിക്കണം, പ്രീ ഇമേജസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നമുക്ക് ഇമേജസ് കിട്ടുന്നില്ലെങ്കിൽ എന്തായിരിക്കണം, ആ ഫംഗ്ഷൻ ഓൺ ടു അല്ല, അല്ലെങ്കിൽ അത് ഓൺ ടു ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, ആറിലെ ഏതൊരു എലമെന്റ് എടുത്താലും -1/2 എടുത്തു, അത് ആറിലുണ്ട് അല്ലെ. അപ്പൊ ഇതിന് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം, -1/2 കിട്ടണം. ഈക്വൽ ടു -1/2 എന്ന രീതിയിലുള്ള എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമുക്കറിയാം എഫ് ഓഫ് എക്സിനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, x/2ലേക്കാണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് -1 എടുത്താലാണ് നമുക്ക് -1/2 കിട്ടുക. പക്ഷെ ഈ -1 എവിടെ ഇല്ല, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ ഉണ്ടോ, ഇല്ല. അപ്പൊ ഇതെന്താണ്, -1/2ന് പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതായത് നമ്മുടെ ഡൊമൈനിൽ പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് എന്ത് ഫംഗ്ഷൻ ഇല്ല, ഓൺ ടു ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x/2 എന്ന് പറയുന്നത് 1/1 ഫംഗ്ഷൻ ആണ്, ഓൺ ടു അല്ല. അതുകൊണ്ട് ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനും അല്ല. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് എടുക്കുക, എഫും ജിയും. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് ബിയിലേക്കും ആൻഡ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിന്ന് സിയിലേക്കും. അപ്പോൾ നമുക്കിവിടെ ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്ന് സിയിലേക്കായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, എഫിൻ്റെ കോഡൊമൈനും ജിയുടെ ഡൊമൈനും സെയിം ആണെങ്കിലാണ് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എഫ് എന്ന് ബിയിലേക്കും ജി ബിന്ന് സിയിലേക്കും ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്ന് സിയിലേക്കായിരിക്കും ഡിഫൈൻ ചെയ്യുക. ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. അതായത് എ ബി സി 3 സെറ്റ് ഉണ്ട് നമ്മളെ കയ്യിൽ. എന്ന് ബിയിലേക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും ബിന്ന് സിയിലേക്ക് ജി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ബി എന്ന് പറയുന്നത് കോമൺ ആണ്. കോമൺ എന്ന് വെച്ചാൽ ജിയുടെ ഡൊമൈനും എഫിൻ്റെ കോഡൊമൈനും ആണ്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് സിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുക. സിമിലർലി നമുക്ക് എഫ് കോമ്പോസിഷൻ ജി ഡിഫൈൻ ചെയ്യാൻ പറ്റും, എഫിൻ്റെ ഡൊമൈനും ജിയുടെ കോഡൊമൈനും സെയിം ആണെങ്കിൽ. ഓക്കെ, ഇവിടെ ജി കോമ്പോസിഷൻ എഫ് എന്ന് സിയിലേക്കാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കോമ്പോസിഷൻ ക്ലിയർ ആയില്ലേ? ഈ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുന്നത് എന്ന് ബിയിലേക്കും ജി എന്ന് പറയുന്നത് ബിന്ന് സിയിലേക്കും ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്ന് സിയിലേക്കായിരിക്കും ഡിഫൈൻ ചെയ്യുക. അതാണ് കോമ്പോസിഷൻ. ഞാനിപ്പോൾ ഒരു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x+2 എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ 3x ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് കാണണമെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇതിനെ നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അതായത് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ, 3x ആണ്. എക്സിനെ 3xലേക്ക് മാപ്പ് ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ, ജി ഓഫ് നമുക്ക് എഫ് ഇവിടെ അപ്ലൈ ചെയ്യാം. എഫ് എന്ന് വെച്ചാൽ എന്താ, x+2. എഫ് ഓഫ് എക്സ് x+2. നമുക്കറിയാം ജി ഓഫ് എക്സ് എക്സിനെ 3xലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, എക്സിനെ 3xലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ x+2നെ എവിടത്തേക്ക് മാപ്പ് ചെയ്യണം, x+2നെ എവിടത്തേക്ക് മാപ്പ് ചെയ്യണം, 3 ടൈംസ് x+2ലേക്ക് മാപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതെന്ത് കിട്ടും, 3 ടൈംസ് x+2. സോ നമുക്ക് എന്ത് കിട്ടും, 3x പ്ലസ് 6 എന്ന് വരും. 3x പ്ലസ് 6. ക്ലിയർ? സോ ഇങ്ങനെയാണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഇത് ആർബിട്രറിലി ഡിഫൈൻ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഫ് കോമ്പോസിഷൻ ജിയും കൂടി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ജി ആണ്. ആ റിസൾട്ടിലേക്ക് എഫ് അപ്ലൈ ചെയ്യണം. അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 3x ആണ്. അവിടെ ഇത് ഇവിടെ കൊടുക്കാം 3x. ഇനി എഫ് എക്സിനെ എവിടത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്, എക്സിനെ x+2ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 3xനെ എവിടത്തേക്ക് മാപ്പ് ചെയ്യും, 3x+2ലേക്ക് മാപ്പ് ചെയ്യും. സോ 3x+2
2 എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്കൊരു റിസൾട്ട് പറയാൻ പറ്റും. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇവിടെ 3x plus 6 കിട്ടി. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് 3x plus 2 കിട്ടി. രണ്ടും സെയിം ആണോ? അല്ല അല്ലെ? അപ്പോ ഇത് എല്ലായ്പ്പോഴും സെയിം ആവണമെന്നില്ല. എല്ലായ്പ്പോഴും സെയിം ആവണമെന്നില്ല. They are different. Therefore, composition of function is generally not commutative. എന്താണ് നോക്കാം? Invertible functions. A function is called invertible if it has an inverse. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിനെന്തുണ്ടായിരിക്കണം? ഇറ്റ് ഹാസ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഉള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് ഇൻവേർട്ടിബിൾ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. For a function to be invertible, it must 1, 1 and on 2. അതായത് every bijective function is invertible. നമുക്ക് ഇവിടെ ഒരു റിസൾട്ട് പറയാൻ പറ്റും. Every bijective function is invertible. Important റിസൾട്ട് ആണ്. Every bijective function is invertible. അതായത് ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സിനെ നമ്മൾ എഫ് ഇൻവേഴ്സ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. ഇനി ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആവണമെങ്കിൽ അത് മസ്റ്റ് ബി 1, 1 ആൻഡ് ഓൺ 2. അതായത് അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്ന് ബിയിലേക്ക് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടത്തേക്കായിരിക്കും? ബിന്ന് എയിലോട്ടേക്കായിരിക്കും. എന്താ മനസ്സിലാവുന്നത് ഇവിടെ? അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് ബിയിലേക്ക് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ബിന്ന് എയിലേക്കായിരിക്കും. ഇറ്റ് മാപ്സ് എവരി ഔട്ട്പുട്ട് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഇൻപുട്ട്. നമ്മൾ ഇവിടെ എന്താ ചെയ്തേ? ഇൻപുട്ട് എയിലെ ഇൻപുട്ടിനെ നമ്മൾ എവിടത്തേക്ക്? ഔട്ട്പുട്ടിലേക്ക് ആണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്. അതായത് ഇറ്റ് മാപ്സ് എവരി ഔട്ട്പുട്ട് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഇൻപുട്ട്. ഈ ഔട്ട്പുട്ടിനെ ഇൻപുട്ടിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ 1a 2b 3c. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഓർഡർ പെയർ റിവേഴ്സ് ചെയ്താൽ മതി. അതായത് a1 b2 c3. ഇതാണ് സിംപ്ലി അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എടുക്കും. ഇതിന്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞതും സെയിം ഫംഗ്ഷൻ തന്നെയായിരിക്കും. കാരണം 1നെ 1ലേക്ക് 2നെ 2ലേക്ക് 3നെ 3ലേക്ക് അങ്ങനെ മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിനെ വീണ്ടും ഇൻപുട്ടിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1, 1 2, 2 3, 3 ഇങ്ങനെയല്ലേ കിട്ടാം. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എപ്പോഴും അത് തന്നെയായിരിക്കും. ഇനി വേറൊരു ഫംഗ്ഷൻ എടുക്കാം നമുക്ക്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x plus 3. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ഒരു മൂന്ന് സ്റ്റെപ്പിൽ നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യാം? y ഈസ് ഈക്വൽ ടു 2x plus 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, y ഈസ് ഈക്വൽ ടു 2x plus 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എക്സിനെയും വൈനെയും ഇന്റർചേഞ്ച് എക്സ് ആൻഡ് വൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2y plus 3 എന്ന് കിട്ടും. ഇനി കിട്ടുന്ന ഇന്റർചേഞ്ച് ചെയ്തിട്ട് കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? y സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് y സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് എക്സ് മൈനസ് 3 is equal to 2y വരും. സോ y is equal to എക്സ് മൈനസ് 3 by 2 എന്ന് വരും. ഇതായിരിക്കും നമ്മുടെ ഇൻവേഴ്സ്. അതായത്
അതിന് ഇങ്ങനെ എഴുതാം. എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 3/2. വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. നമ്മുടെ ഒരു ഫംഗ്ഷൻ y is equal to 2x plus 3. സോറി, നമ്മുടെ ഫംഗ്ഷൻ f of x is equal to 2x plus 3. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? y is equal to 2x plus 3 എന്ന് എഴുതാം. എന്നിട്ട് എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് x is equal to 2y plus 3 എന്ന് കിട്ടും. ഇനി അതിൽ നിന്ന് y സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് 2y is equal to x minus 3 എന്ന് കിട്ടും. y is equal to x minus 3/2 എന്ന് കിട്ടും. സോ ഈ ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 3/2. ഇനി ഒരു ഫംഗ്ഷൻ തന്നു, അതിന്റെ ഇൻവേഴ്സ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിസൾട്ട് പറയാം. എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫും ഈക്വൽ ആയിരിക്കും. അതുപോലെ അത് ഈക്വൽ ടു എക്സ് കിട്ടുന്നുണ്ടാവും. ഈ ഒരു റിസൾട്ട് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 2x plus 3. അതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് മൈനസ് 3/2. ഇത് ഇതിന്റെ ഇൻവേഴ്സ് ആണെന്ന് ചെക്ക് ചെയ്യാണെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്താണെന്നും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്താണെന്നും നോക്കാം. അത് രണ്ട് ഈക്വൽ ആണ്. ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്കിത് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് നോക്കാം. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വരും അല്ലെ. എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടും? എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3/2 ആണ്. ഇനി അത് എഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് മൈനസ് 3/2 കൊടുക്കുക. എക്സ് മൈനസ് 3/2 പ്ലസ് 3 എന്ന് വരും. ഇനി നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് 3 പ്ലസ് 3 എന്ന് കിട്ടും. 3യും മൈനസ് 3യും ക്യാൻസൽ ചെയ്ത് നമുക്ക് എക്സ് എന്ന് കിട്ടും. സോ അത് എക്സ് എന്ന് കിട്ടി. ഇനി ഇത് നോക്കാം. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ഇതെന്താ കിട്ടുക? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് കണ്ടുപിടിക്കാം. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താ? 2x plus 3. ഇനി എഫ് ഇൻവേഴ്സിലേക്ക് കൊടുക്കാം. എക്സിന് പകരം 2x plus 3 കിട്ടും. അപ്പൊ എന്തൊരു 2x plus 3 മൈനസ് 3/2. സോ നമുക്ക് എന്ത് കിട്ടും? 3യും മൈനസ് 3യും ക്യാൻസൽ ചെയ്യും. 2x/2 which is equal to x എന്ന് കിട്ടും. സോ നമ്മുടെ കണ്ടീഷൻ വെരിഫൈ ചെയ്തു അല്ലെ. അതായത് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഇതും എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി. നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇതെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് നോക്കി. അതില് 1 on to ബൈജക്റ്റീവ്. 1 നമുക്ക് ഇൻജെക്റ്റീവ് എന്ന് പറയാം. അതുപോലെ ഓൺ ടുവിനെ നമുക്ക് സബ്ജക്റ്റീവ് എന്ന് പറയാം. ഇനി ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ബോത്ത് 1 ആൻഡ് ഓൺ ടു. 1 ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ഡിഫറെന്റ് ഇൻപുട്സിന് ഡിഫറെന്റ് ഔട്ട്പുട്ട്സ് ഉണ്ടായിരിക്കണം. അതേപോലെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? കോഡൊമൈനിലെ എല്ലാ എലമെന്റ്സിനും അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ഇനി 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ മിനി 1 ഫംഗ്ഷൻ എന്നും, ഓൺ ടു അല്ലെങ്കിൽ അതിനെ ഇൻടു ഫംഗ്ഷൻ എന്ന് പറയും. പിന്നെ നമ്മൾ കോമ്പോസിഷനും ഇൻവെർട്ടിബിൾ ഫംഗ്ഷനും നോക്കി. ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഫോർ എ ഫംഗ്ഷൻ ടു ബി ഇൻവെർട്ടിബിൾ ഇറ്റ് മസ്റ്റ് ബി 1 ആൻഡ് ഓൺ ടു ആയിരിക്കണം. സോ നമുക്ക് എന്താ പറയാം? എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷനും ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാം. ഇനി ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ 3 സ്റ്റെപ്പാണ് ഉള്ളത്. അതായത് നമ്മൾ y is equal to f of x എന്ന് പറഞ്ഞിട്ട് എഴുതാം തന്ന ഫംഗ്ഷനെ. പിന്നെ എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതാം. എന്നിട്ട് കിട്ടുന്നതിന് നിന്ന് നമുക്ക് y സോൾവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതിന് നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ഇൻവേഴ്സ് കിട്ടും.
So 3. റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റും നമ്മൾ 3 പാർട്ടുകളായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി പാർട്ട് 4-ൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു സെക്ഷനായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.